കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സൈനിങ് ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സൂപ്പർ കപ്പിൻ്റെ ഫസ്റ്റ് മാച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഫാൻസും. നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, മെസ്സി വരും മെസ്സി വരൂല, മെസ്സി വരൂല മെസ്സി വരും. ഇത് കണ്ട് 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 തലയ്ക്ക് ഭ്രാന്തായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ലയണൽ മെസ്സിയെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പ്ലെയർ ആയിട്ടുള്ള സെൻറ്റർ ഫോർവേഡ് കോൾഡോ ഓബിയട്ടയുമായി ഒന്ന് കമ്പയർ ചെയ്താലോ? എന്താ അതിന് പ്രശ്നം? എല്ലാവരും ഫുട്ബോൾ പ്ലെയേഴ്സ് അല്ല, നമുക്ക് കമ്പയർ ചെയ്യാമെന്ന് ഒരു രസം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചി സ്റ്റേഡിയത്തിൽ ഏകദേശം 100 കോടിൻ്റെ അടുത്താണ് പണി നടക്കുന്നുള്ളത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല മത്സരങ്ങളിലും മഴ പെയ്തിട്ട് അതിൻ്റെ റൂഫിൻ്റെ ഇടയിൽ കൂടെ ചോർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? സ്റ്റേഡിയത്തിൻ്റെ അറ്റകുറ്റപ്പണി റിലേറ്റഡ് ആയിട്ട് കൊച്ചി മേയറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? അന്നൊന്നും ഒരാളും സ്റ്റേഡിയം നവീകരിക്കാനോ സ്റ്റേഡിയം ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാനോ വന്നിട്ടില്ല. ഇപ്പോൾ കേരളത്തേക്ക് മെസ്സി വരും എന്ന് കേട്ടപ്പോൾ എത്ര ആളുകളാണ് സ്റ്റേഡിയത്തിൻ്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഫുട്ബോൾ വളരാത്തത്. ഇപ്പോൾ മെസ്സി ഇവിടെ വന്ന് കളിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടോ? കേരളത്തിന് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇന്ത്യക്ക് മെച്ചമുണ്ടോ? കേരള ഫുട്ബോളിന് മെച്ചമുണ്ടോ? ബ്ലാസ്റ്റേഴ്സിനുണ്ടോ? ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പ്ലെയറായിട്ടുള്ള കോൾഡോ ഓബിയേറ്റയെ ഒന്ന് മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രിബ്ലിങ്, പാസിങ്, സ്പ്രിൻറ്റ്, അതേപോലെ തന്നെ പാസിങ് ആക്യുറസി, കട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു ശേഷി, അതേപോലെ തന്നെ ഏത് കഴിവുകൾ എടുത്തു കഴിഞ്ഞാലും ലയണൽ മെസ്സി തന്നെയായിരിക്കും മുമ്പിൽ. സ്വാഭാവികമായിട്ട് ഫുട്ബോളിൻ്റെ രാജാവാണ് മെസ്സി. കോൾഡോ ഓബിയേറ്റ എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ ലീഗിൽ ISL കളിക്കുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ ഒരു പ്ലെയറിനെയും അതേപോലെ തന്നെ ഒരു ലീഗിനെ നമ്മൾ കുറ്റം പറയാനോ കളിയാക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും ഈ കളിക്കുന്ന ഈ ഫുട്ബോൾ തന്നെയാണ്. അപ്പോൾ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെസ്സി ഒരുപാട് മുമ്പിലാണ്, അതിൽ ഒരാൾക്കും സംശയം വേണ്ട. പക്ഷേ ഒരു ഓപ്ഷനിൽ, അതായത് ഫിസിക്കൽ ആക്യുറസി, പ്ലെയേഴ്സിൻ്റെ ഫിസിക് ഉപയോഗിച്ച് കളിക്കുന്ന പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതേ ഒരു ശേഷിയുള്ള പ്ലെയറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൾഡോ ഓബിയേറ്റ. നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ കളിച്ചിട്ടുള്ള ഗ്യാരി ഹൂപ്പറൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. അതായത് ഫിസിക്കൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഗോളടിക്കാൻ ശേഷിയുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലാണ് കോൾഡോ ഓബിയേറ്റൻ്റെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ലയണൽ മെസ്സിയെ പിന്നിലാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൾഡോ ഓബിയേറ്റ. ഫിസിക് ഉപയോഗിച്ച് കളിക്കുന്ന കാര്യത്തിൽ മെസ്സി കുറച്ച് പിറകിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പ്ലെയർ ആയിട്ടുള്ള ഓബിയേറ്റ ഏറെ മുന്നിലാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ CR7 ശൈലിയിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ഫോർവേഡ് ആയിട്ടുള്ള കോൾഡോ ഓബിയേറ്റ. ഇനി എങ്ങനെ കളി കാര്യങ്ങളൊക്കെ, പുതിയ ലീഗാണ്, പുതിയ പ്ലെയേഴ്സാണ്, മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ കളി എങ്ങനെ വരികയെന്ന് നമുക്ക് ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്താലേ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും കൊച്ചി സ്റ്റേഡിയം മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷെ അത് മെസ്സി വരാൻ വേണ്ടി മാത്രമായിട്ട് ആ ഒരു മെയിൻ്റെനൻസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു സന്തോഷമില്ല നമുക്കൊന്നും. കാരണം അത് വേറെ എന്തൊക്കെ ഒരു ഇത് ഉള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത്. ക്രിക്കറ്റിന് അടിപൊളിയായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ട്രിവാൻഡ്രത്തുണ്ട്. ഫുട്ബോളിന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്റ്റേഡിയം എവിടെയുള്ളത്? ഈ ഒരു കൊച്ചി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. കൊച്ചി സ്റ്റേഡിയം ഒഴിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഫുട്ബോളിനായിട്ട് ഒരു 30,000-40,000 ആൾക്കാരെ കൊള്ളിച്ചുകൊണ്ടുള്ള എത്ര സ്റ്റേഡിയങ്ങൾ നിലവിൽ ഈ ഒരു കേരളത്തിലുണ്ട്? അപ്പോൾ നമ്മൾ അതൊക്കെയാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ട് ഇന്ത്യനെ വേൾഡ് കപ്പ് കളിപ്പിക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഇവിടെ മെസ്സിനെ കൊടുന്നു വെച്ചിട്ട് വേറെ ഒന്നും ഒരു മെച്ചും ഉണ്ടാകാൻ പോണില്ല. കുറേ റോഡ് ഷോയും TVക്ക് കുറേ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നല്ലാതെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ബേസിക്കായിട്ട് ഫുട്ബോളിന് ഒരു മെച്ചും ഈ ഒരു മെസ്സിനെ കൊടുന്നുകൊണ്ട് കേരള ഫുട്ബോളിനോ ഇന്ത്യൻ ഫുട്ബോളിനോ കിട്ടാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമ്മളത് റിപ്ലൈ തരാം. കാരണം നമുക്കറിയില്ല, അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.